ഹലോ ഗായ്സ്, അപ്പോൾ ഓണത്തിന് വീട്ടിൽ പോവില്ല എന്ന് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മ വിളിച്ചിട്ടുണ്ടെന്ന് കുറച്ച് മുന്നേ. എന്താണെന്നാ ഈ ഓണത്തിന് വരുന്നില്ല ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കയ്യിൽ പൈസ ഇല്ല അമ്മ, ഇല്ല പൈസ മൊത്തം തീർന്നു, EMI അടയ്ക്കാണ്ടല്ലോ 1-ാം തീയതി ആകുമ്പോൾ. അപ്പോൾ ആ കയ്യിൽ ആ പൈസ മാത്രം എൻ്റെ കയ്യിലല്ലോ അമ്മ, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല പറഞ്ഞു. അപ്പം അമ്മ വിളിച്ചു, നീ എന്താ എടാ വാടാ, ഓണല്ലേ, അനിയനും പെങ്ങളൊക്കെ വരുന്നില്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ വരുന്നില്ല എന്നാണ് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം നീ വീട്ടിൽ പോകുമ്പോൾ അമ്മേൻ്റെ ഒരു നമുക്ക് അമ്മ എങ്ങനെയാണ് നമ്മളോട് നിൽക്കുന്നത് നമുക്ക് നോക്കാം. അമ്മേൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം, എങ്ങനെയാവും അമ്മേനെ കാണുക. ഒരു 3-4 മാസം മേലെയായി പിന്നെ വീട്ടിൽ പോയിട്ട്. ഇപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ അമൃത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഇവിടെ കയറിയ ശേഷം 2-3 മാസം കഴിയാൻ ലെവലൊക്കെ ആയി. പിന്നെന്താ, ഒന്ന് ഓണായതുകൊണ്ട് വീട്ടിൽ പോവാണ്ടിരുന്നത് മോശമാണ്. പിന്നെ കയ്യിൽ 5 പൈസ ഇല്ലാതാണ് വിളിച്ചു വന്നത്. അപ്പോൾ സർപ്രൈസ് കൊടുത്തു നോക്കാം, എന്താവോന്ന് എനിക്കറിയില്ല. അത് സപ്പോർട്ട് അത് വിജയിക്കുമെന്ന് അറിയില്ല. സർപ്രൈസ് കൊടുത്തു നോക്കാം. അപ്പോൾ നാളെ കഴിഞ്ഞാൽ പെങ്ങളെത്തുള്ളൂ. അപ്പോൾ വണ്ടീൻ്റെ സബ് ഫ്രൈ ഞാൻ പറഞ്ഞ വണ്ടിയിൽ സെറ്റ് വെച്ച കേസ് അറിയാമല്ലോ. അപ്പോൾ സബിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സബ് നന്നാക്കിയിട്ട് വേണം, നന്നാക്കില്ല എന്താ സംഭവം അറിയില്ലല്ലോ, അത് ചെക്ക് ചെയ്തിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ. അത് കഴിഞ്ഞ് 8-ാം തീയതി വരണം, ഡ്യൂട്ടിയില്ലാണ് ഗൈസ്, മനസ്സിലായോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന്. അപ്പോൾ സർപ്രൈസ് കൊടുത്തു നോക്കാം, എന്താവും നമുക്കറിയില്ല, വിജയിക്കും അറിയില്ല. കുറച്ച് മുന്നേ വിളിച്ചമ്മ, കാരണം വാടാ വീട്ടിലേക്ക് വാ, ഓണല്ലേ എല്ലാവരും വരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുക ഗൈസ്, പോയി നോക്കല്ലേ, സർപ്രൈസ് കൊടുത്തു നോക്കാം. ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഓണത്തെല്ലാവരും ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക, ഇതുപോലെ ഓണം എല്ലാവരും കൊണ്ടുക. ഒരുപാട് വേണം ചിന്തിക്കാണ്ട്, ഉള്ളത് പോലെ നമുക്ക് ആ ഓണം ആഘോഷിക്കാം ഗൈസ്. പെട്ടിൽ വലിയ പൈസ ഒന്നും ഇല്ല. ഞാനിപ്പോൾ വെറും വീട്ടിലേക്ക് പോകുന്നത് 1000 രൂപയായിട്ടാണ്. ഈ വണ്ടിമ്മ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ ആകെ കിട്ടുക, വീടെത്തുമ്പോൾ വീട്ടിലേക്ക് പോകാൻ തന്നെ ഈ വണ്ടിമ്മ എണ്ണ അടിക്കാൻ തന്നെ 1500 രൂപ വേണം. പിന്നെ അവിടെ ചെലവിനായി ഒരു 10,000 രൂപ കയ്യിൽ. ഇപ്പം മതി ഗൈസ്, അതാണ് ഞാൻ പോകുന്ന കാര്യം പറയാനായി. പിന്നെ പോകണില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൽ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ആലോചിച്ചു, പോവാ, ഓണല്ലേ, കൊല്ലത്തിന് മാത്രമല്ലേ ഓണം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഓണം ആഘോഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യന്മാരാണോ? ആണോ ഗൈസ്, പറയൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന കേസ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഞാൻ. അപ്പോൾ അമ്മ അപ്പോൾ ചീത്ത അറിഞ്ഞോ, എന്താ നമുക്ക് വന്നാൽ വരണ്ടേ, എല്ലാവരും വരുന്നില്ല പറഞ്ഞാൽ എങ്ങനെ ഫുള്ളും ചീത്ത പറയില്ലേ. അപ്പോൾ നമുക്കിന്ന് പോയി നോക്കാം. അന്യായ ബ്ലോക്കാട്ടോ ഇത്, എവിടെ വരെ ഉണ്ടാവും അറിയില്ല, അന്യായ ബ്ലോക്കാണ്. രാത്രി ഈ ബൈക്ക് വരാൻ പറ്റുമോ, ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവും നമുക്കറിയില്ലല്ലോ. രാത്രിയൊക്കെ വരികയാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുമ്പോൾ രാത്രി വരുന്നു അന്യായ ബ്ലോക്ക്. ഹലോ ഗായ്സ്, ഞാൻ തൃശ്ശൂർ ടോൾ ഉണ്ടെന്ന് വിചാരിച്ചു, നമുക്ക് ടോൾ ഇല്ല കേട്ടോ. അപ്പോൾ തൃശ്ശൂർ വഴിയൊക്കെ വരികയാണെങ്കിൽ അറിയാത്ത ടീമുകൾ, പക്ഷേ എറണാകുളത്ത് നിന്ന് ഒരുപാട് ടീമുകൾ വണ്ടി എടുത്തു വരുമല്ലോ, കാറൊക്കെ. അപ്പോൾ ഒരിക്കലും വീഡിയോസ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോസ് ഞാൻ പെടുന്നത് തൃശ്ശൂർ ഇപ്പോൾ ടോളില്ല, ഓഫാക്കിയിട്ടേക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് പോരാം. ഓക്കെ, ഞാൻ ടോളുണ്ട് വിചാരിച്ചു, ടോളില്ല. ഓക്കെ, ഹലോ ഗായ്സ്, അങ്ങനെ എൻ്റെ സ്വന്തം നാടെത്തി, നിലമ്പൂരെത്തി. വടവരം പാടത കയറി ഇറങ്ങി ഗൈസ്. വീട്ടിൽ സർപ്രൈസ് കൊടുക്കണം വിചാരിച്ചായിരുന്നു, പക്ഷേ രാത്രി ആവുകൊണ്ട് എൻ്റെ ഫോൺ ഇപ്പോൾ ചാർജില്ല. അപ്പോൾ എന്തായാലും രാത്രി ആകുമ്പോൾ വീട്ടിൽ കയറുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അവിടുത്തെ വീഡിയോസ്, പക്ഷെ വീട്ടിൽ കയറുമ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. മാക്സിമം നോക്കാം, ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഗൈസ്, ഓക്കെ, എത്ര മാസങ്ങളായി വൈക്ക് വന്നിട്ടെന്ന് ഉണ്ടോ, കാര്യം പറയും, ഭയങ്കര ഫീലിംഗ് ആണ് ഉണ്ടോ. ഇവിടെ എത്തുമ്പോൾ ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഫോൺ ചാർജ് ഇല്ല, 2% അപ്പോൾ ഏത് ടൈമിലാണ് ഫോൺ ഓഫ് ആവുമെന്ന് പറയാൻ പറ്റില്ല. അതന്നെ വേറെ വീഡിയോസ് എടുത്ത് സമയം 4 മണി ആയിരുന്നു. ഇപ്പോൾ 4 മണിയാവാൻ 15 മിനിറ്റ്.
അപ്പോൾ വീട്ടിലെന്തായാലും 5:30 ആകുമ്പോൾ എത്തും. രാവിലെ ആകുമ്പോൾ എത്താൻ ശ്രമിച്ച് നോക്കണം. പക്ഷേ ഫോൺ ചാർജിലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഗൈസ്. എന്തായാലും നോക്കാം, ശ്രമിച്ച് നോക്കാം. ഓക്കെ, പോയി നോക്കല്ലേ. എന്തായാലും ചാർജോട് കൊടുത്താൽ ചോക്കെ. ഗൈസ് സർപ്രൈസ് നോക്കേ. അമ്മോയ് അമ്മ കണ്ണന്റെ ഒച്ചനായിട്ട് തോന്നുന്നത് നായി